ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സ്റ്റിച്ചിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. ഒരു റെഡിമെയ്ഡ് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് പണികളൊക്കെ നമുക്ക് കാണും. അതൊക്കെ സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് കാണിച്ചത്. സ്ലീവ് ലെങ്ത് കുറച്ചിട്ട് എങ്ങനെ ഫിറ്റ് ചെയ്യാം, നമ്മൾ സൈസാക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. ആദ്യമേ അതൊക്കെ അയച്ചെടുക്കണം. താഴത്തെ കുറച്ച് ഡിസൈൻ ഭാഗങ്ങളൊക്കെ അതൊക്കെ അയച്ചെടുത്തിട്ട് എത്ര ലെങ്ത് വേണം അത് അടയാളപ്പെടുത്തണം. എനിക്ക് 12 മതി. ഞാൻ 13 ഇട്ട് 1 ഇഞ്ച് തയ്യൽത്തും ഇട്ടിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ കൈയുടെ കുറച്ച് ഭാഗം സ്റ്റിച്ച് അഴിച്ചു കൊടുക്കണേ. ഞാൻ സ്റ്റിച്ചൊക്കെ അയച്ചിട്ട് എത്ര വേണം അവിടെ വെച്ച് കട്ട് ചെയ്തിട്ട് അതിന് തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തെ ഡിസൈൻ ഭാഗം അതും രണ്ടും തേച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അരികെ ഒരു ഭാഗം മടക്കി ചെറുതായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുത്തേ. അത് എളുപ്പപ്പണിയാണ്. നമുക്ക് ഇങ്ങനെ മടക്കി ചെറുതായിട്ട് അയൺ ചെയ്ത് കൊടുത്താൽ നമുക്ക് തയ്ക്കാൻ എളുപ്പം കിട്ടുമേ. ഇനി ഇതിൻ്റെ ഡിസൈൻ വന്ന ഭാഗം കണ്ടോ, അതിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ ചീത്ത വശവും നമ്മൾ ചീത്ത വശത്തിൽ നിന്ന് നല്ല വശത്തോട്ട് മറിച്ചാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഡിസൈനിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ ചീത്ത ഭാഗവും അകത്തെ ഭാഗവും എടുത്തിട്ട് ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒത്തിരി അറ്റം ചേർത്തല്ല, കുറച്ച് വിട്ട് അടിച്ചെടുക്കുക. അത് മുഴുവൻ ഇങ്ങനെ അടിച്ചെടുക്കാവേ. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ താഴോട്ട് അടിച്ചെടുക്കണേ. എല്ലാം പിടിച്ച് അടിച്ചെടുക്കണേ. നമ്മളങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടിച്ച ഭാഗം നല്ല വശത്തോട്ട് ഇങ്ങനെ മടക്കണം. നമ്മൾ ചീത്ത വശത്ത് നല്ല വശം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന ഭാഗം നല്ല വശമാണ്. ഇങ്ങനെ മടക്കി വെക്കണം. ഏകദേശം ഒരു വീതി കിട്ടിയിട്ടുണ്ട്. ഈ വീതി മതി. നോർമലി ഈ വീതിയൊക്കെയാണ് നല്ലത്. അപ്പം നമ്മളിങ്ങനെ മടക്കി ഇപ്പം നല്ല വശത്തിരിക്കുന്നത് ആ സൈഡിൽ കൂടെ ഇങ്ങനെ അടിച്ചു പോരാ, സ്ട്രെയിറ്റ് ആയിട്ട്. ഇതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ട് അരികിൽ കൂടെ അടിക്കണേ, എന്നാലൊരു ഭംഗി ഉണ്ടാകത്തുള്ളൂ കേട്ടോ. അരികിൽ കൂടെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം. ഇനി ഇതിൻ്റെ താഴത്തെ സൈഡും കൂടെ അടിക്കാവേ. അതുപോലെ തന്നെ ചെറുതാക്കി സൈഡിൽ കൂടെ അരികെ ചേർത്ത് അടിച്ചിങ്ങ് ലാസ്റ്റ് വരെ കൊണ്ടുവരണേ. ഞാൻ ഡിസൈൻ വരുന്ന ഭാഗമൊക്കെ തേച്ചെടുത്തോണ്ട് കേട്ടോ നീറ്റായിട്ടിരിക്കുന്നത്. നമുക്ക് വേഗം അയൺ ചെയ്യാനൊക്കെ പറ്റുന്നതുവേ. എന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തേച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും, നീറ്റായിട്ടിരിക്കുകയും ചെയ്യുവേ. ഇനിയാണെങ്കിൽ സ്ലീവിൻ്റെ റൗണ്ട്, അതായത് സ്ലീവിൻ്റെ അടിഭാഗം. ഈ അടിഭാഗം എത്ര വേണോ മെഷർമെൻ്റ് എടുക്കുമെന്നൊക്കെ അറിയാം. ഇപ്പോൾ ഏകദേശം 5, 5.5 ഇതൊക്കെ വരും. അത് അടയാളപ്പെടുത്തിയിട്ട് ആം ഹോളും കൈക്കുഴി എന്തെല്ലാം വേണോ അത് അടയാളപ്പെടുത്തിയിട്ട് സ്ലീവ് തയ്ച്ച് താഴോട്ട് ഇറക്കാം. സ്ലീവിൻ്റെ 2 വശവും താഴ്വശവും മേൽവശവും ചേർത്ത് ഒരുമിച്ച് പിടിച്ചില്ലെങ്കിൽ തയ്ക്കുമ്പോൾ രണ്ടും ഏങ്കോണിപ്പ് പോലെ വരും കേട്ടോ. എനിക്ക് പിന്നെ കുറച്ച് ഷേപ്പ് പിടിക്കണമായിരുന്നു. 1 ഇഞ്ച് ഡിഫറൻറ്റിൽ അത് ഷേപ്പും കൂടെ അടിച്ചെടുക്കുവാണേ. സ്ലിറ്റിൻ്റെ അവിടം വരെ ഷേപ്പ് അടിച്ച് ഇറക്കുക, താഴോട്ട് ഇങ്ങനെ ഇറക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. നോക്കിക്കേ, ആദ്യം കണ്ട പോലെ തന്നെ സെയിം അതുപോലെ ഇല്ലേ. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യമുള്ളൂ കേട്ടോ. ഇനി ആർക്കെങ്കിലും മനസ്സിലാകാത്ത എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ. അപ്പം പിന്നെ വരാവേ. ബൈ ബൈ.